ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. സങ്കീർത്തനം 91 അധ്യായം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തെ സ്നേഹിക്കുകയും പറ്റിയിരിക്കുകയും അവൻ്റെ നാമത്തെ ശരിയായ രീതിയിൽ അറിയുകയും ചെയ്താൽ ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ് വിടുതൽ, ഉയർച്ച. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ച യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നിരുന്നു. ചേർന്നിരിക്കുക എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ ജീവസുറ്റുള്ളതാക്കി ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി സമ്പർക്കം പുലർത്തുക എന്നാണ്. ദൈവവുമായി ജഡത്തിൽ ചേരുവാൻ നമുക്ക് പറ്റില്ല. എന്നാൽ പ്രിയപ്പെട്ട ശിഷ്യനേക്കാൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്കിന്ന് പ്രവേശനമുണ്ട്. ക്രിസ്തുവിൻ്റെ മിടിക്കുന്ന ഹൃദയവുമായി ജീവനുള്ള ഒരു ബന്ധത്തിലേക്ക് ആയിത്തീരുവാനുള്ള പദവി നമുക്കിന്ന് ക്രിസ്തുവേശുവിൽ സാധ്യമായി കിട്ടിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒരിടത്ത് "ദോസ് ഹു ക്ലിങ്സ് ടു മീ ഐ വിൽ ഡെലിവർ ഹിം" എന്നുണ്ട്. ക്ലിങ്സ് എന്നാൽ തൂങ്ങിക്കിടക്കുക, അള്ളിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ യേശുവിനെ അള്ളിപ്പിടിച്ചാൽ, അവനെ സ്നേഹിച്ചാൽ അവൻ നമ്മെ വിടുവിക്കാതെ ഉയർത്താതെ വിടുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 27 വാക്യം. യേശു മഗ്ദലക്കാരി മറിയയോട് "ഡോണ്ട് ക്ലിങ് ടു മീ, ഐ ആം നോട്ട് അസെൻഡഡ് ടു മൈ ഫാദർ യെറ്റ്." മറിയേ, നീ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കരുത്, തുടരരുത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ സന്നിധിയിൽ കയറിപ്പോയിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണിത്. പ്രിയമുള്ളവരെ, മാനവരാശിയുടെ രക്ഷയുടെ പൂർത്തീകരണം യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാത്രമേ സാധിക്കൂ. എന്നാൽ അതിന് താമസം വരുത്തുവാൻ മറിയയുടെ സ്നേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല, തന്നെ സ്നേഹിച്ച മറിയയ്ക്ക് താൻ ആദ്യം പ്രത്യക്ഷപ്പെടുകയാണ്. യേശുവിനെ അങ്ങനെ അങ്ങ് സ്നേഹിച്ചാൽ, അവനോട് പറ്റിയിരുന്നാൽ, അവൻ നമുക്ക് വെളിപ്പെടുക മാത്രമല്ല, ഉയർച്ച, നന്മ, വിടുതൽ നമുക്ക് സ്വന്തമായി തീരും. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.